ഹലോ ഫ്രണ്ട്സ്, വണ്ടി മാരുതി റിറ്റ്സ് ആണ്. ഇത് ജനറൽ സർവീസാണ് വണ്ടി. 2010 മോഡലാണ്. അതുപോലെ തന്നെ ഇതിലൊരു കംപ്ലയിൻ്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ഹെവി നോയ്സാണ് കസ്റ്റമറുടെ കംപ്ലയിൻറ്റ്. ബാക്കി സാധാരണ നോർമൽ സർവീസാണ്. ഏകദേശം 51,000 കിലോമീറ്റർ 50,000 സർവീസാണ് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ സ്റ്റിയറിംഗ് ടൈറ്റ് എന്ന് പറയുന്നത് പൊതുവെ 2010, 2009, 2008 അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ സ്റ്റിയറിംഗ് പൊതുവെ ടൈറ്റ് ഫീൽ ചെയ്യാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റാക്കിൽ വരുന്ന മോട്ടർ വരുന്ന ആ അസംബ്ലിക്ക് പൊതുവെ കുറച്ച് നമ്മുടെ ഈ പുതിയ ന്യൂ മോഡൽ വരുന്ന സ്വിഫ്റ്റിൻ്റെ അതുപോലുള്ള സ്റ്റിയറിംഗ് നമുക്ക് കിട്ടില്ല. അത് കുറച്ച് ടൈറ്റ് തന്നെ ഉണ്ട്. ആ ഒരു ടൈറ്റ് ഇതിനകത്തുള്ളൂ. അപ്പോൾ അത് കസ്റ്റമറിൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കണം. അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നുള്ള കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കടകടാന്ന് സൗണ്ട് വരുന്നുണ്ട്. അത് വന്നിട്ട് കൂടുതലും സൗണ്ട് വരുന്നത് എനിക്ക് സ്റ്റെബ് ലിങ്കിൻ്റെ സൗണ്ട് പോലെയാണ് തോന്നുന്നത്. നോക്കിയിട്ടില്ല, ചെക്ക് ചെയ്തിട്ടില്ല, ചെക്ക് ചെയ്യണം. സ്റ്റെബ് ലിങ്കിൻ്റെ സൗണ്ട് ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഫ്രണ്ടേജ് ഒന്ന് അഴിച്ചിട്ട് നോക്കാം. സസ്പെൻഷൻ സ്റ്റെബിലിംഗ് ആണോ, ഇനിയിപ്പോൾ കട്ട് ബുഷ് ആണോ, ഇനി ഷോക്കുകളുടെ കംപ്ലയിൻ്റ് ആണോ എന്താണെന്നുള്ളത് നമുക്ക് ഫുള്ളായിട്ടൊന്ന് അഴിച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം എന്താ കംപ്ലയിൻ്റ് എന്നുള്ളത്. ജനറൽ സർവീസ് ഉണ്ട്, ഓയിൽ ഫിൽറ്ററുകൾ മാറണം, അതുപോലെ ഫുൾ ചെക്കപ്പ് ഉണ്ട്. നമുക്ക് നോക്കിയിട്ട് ഞാൻ പറയാം. മെയിനായിട്ട് ആ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലെ സൗണ്ടാണ് കൂടുതൽ കിടുകിടുകിടുന്ന് പറഞ്ഞ് ഇറിറ്റേഷനായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നോക്കാതെ നമ്മൾ സർവീസിൻ്റെ കാര്യം തുടങ്ങിയിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ലിങ്ക് റോഡ് തന്നെയാണ് കംപ്ലയിൻറ്റ്. ഇതാണല്ലേ സൗണ്ട്. ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമുക്ക് കൂടുതൽ സൗണ്ട് കിട്ടിയത്. പക്ഷേ റൈറ്റ് സൈഡിലെ ലിങ്ക് റോഡും പോയിട്ടുണ്ട്. അപ്പോൾ 2 ലിങ്ക് റോഡ് നമുക്ക് എന്തായാലും മാറണം ഇതിനകത്ത്. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഹെവി ആയിട്ട് സൗണ്ട് ഉണ്ട് ഇതിനകത്ത്. ആണല്ലേ ഇത്രയും ഷെയ്ക്ക് ഇതിനകത്തുണ്ട്. മുകളിലും താഴെയും ഹെവി ആയിട്ട് ഷെയ്ക്ക് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ലിങ്ക് റോഡ് ഇതിനകത്ത് മാറാം. ലിങ്ക് റോഡ് നമുക്ക് ഷെയ്ക്ക് കറക്റ്റ് കിട്ടണമെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒന്ന് ഇങ്ങനെ ആഞ്ചിയാൽ നമുക്ക് കറക്റ്റായിട്ട് സൗണ്ട് അതിനകത്ത് കിട്ടും. ലിങ്ക് റോഡിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ആഞ്ചുമ്പോൾ കിട്ടുന്ന സൗണ്ട് കൂടുതലായിട്ടും ലിങ്ക് റോഡ് അല്ലെങ്കിൽ കട്ട് ബുഷിൻ്റെ സൗണ്ടായിട്ടാണ് നമുക്ക് കിട്ടാറ് പൊതുവെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലിങ്ക് റോഡ് 2 ഇതിനകത്ത് മാറ്റാം. ഇതിൻ്റെ വീൽ സിലിണ്ടർ മാറ്റണം കേട്ടോ. അത് ഹെവി ലീക്ക് ആകുന്നുണ്ട്, അത് മാറ്റണം. പിന്നെ ഫ്രണ്ടിലെ 2 സ്റ്റെബിലൈസർ ലിങ്ക് റോഡാണ് കംപ്ലയിൻറ്റ്. ഷോക്ക് കംപ്ലയിൻ്റ് ഉണ്ട്. പക്ഷേ അത് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ബാക്കൊന്നും വലിയ സൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത് പിന്നെ മാറ്റിയാലും മതി, കുഴപ്പമില്ല. എന്താ പിന്നെ ഉള്ളത് മേജർ ക്ലച്ചാണ്. ക്ലച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 500-600 രൂപ റേഞ്ച് വരും ക്ലച്ച് ചെയ്യാനുണ്ടെങ്കിൽ. ഓക്കെ. പിന്നെ ഇതിൽ മാറേണ്ടത് നമ്മുടെ സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ സാധനവും മാറണം. എയർ ഫിൽറ്റർ, AC ഫിൽറ്റർ, ഓയിൽ ഫിൽറ്റർ, ഓയിൽ അങ്ങനെ മാറണം. ഫ്രണ്ടിലെ 2 സ്റ്റെബ് ലിങ്കാണ് കംപ്ലയിൻ്റ് കേട്ടോ. ഇവിടെ ഒരു ലിങ്ക് റോഡ് കിട്ടും. ആ ലിങ്ക് റോഡാണ് കംപ്ലയിൻ്റ് ആയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ബുഷും നമുക്ക് മാറണം. നമ്മളിപ്പോൾ ഇതിൻ്റെ സ്റ്റെബിലൈസർ ലിങ്ക് റോഡ് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. നമ്മളത് ഒറിജിനൽ MG സാധനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. 580 രൂപ വരുന്നുണ്ട് ഒരു ലിങ്ക് റോഡിന്. അതുപോലെ നമ്മൾ 2 ലിങ്ക് റോഡും ഇതിനകത്ത് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ 89 രൂപ ഓയിൽ ഫിൽറ്റർ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഓയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ സൈഡിൽ 2 സൈഡിൽ ലിങ്ക് റോഡാണ് ഹെവി ആയിട്ട് കംപ്ലയിൻറ്റ്. ഈ ലിങ്ക് റോഡ് കംപ്ലയിൻ്റ് ആകുമ്പോൾ മെയിനായിട്ട് കടപുടാന്ന് ഹെവി നോയ്സ് ഉണ്ടാവും. വെറും 550 രൂപയുടെ കേസേ ഉള്ളൂ. പക്ഷേങ്കിൽ നോയ്സ് ഹെവി ആയിട്ട് വന്നുകൊണ്ടിരിക്കും. എന്തൊക്കെയോ അഴിഞ്ഞ് വീട് പോലുള്ള സൗണ്ടുകളൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. അത്രയും ഹെവി ആയിട്ട് നോയ്സ് ഉണ്ടാക്കും ഇതിനകത്ത്. നമ്മളിത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ 2 സൈഡ്. അതുപോലെ തന്നെ വീൽ സിലിണ്ടറും നമ്മൾ മാറ്റിയിട്ടുണ്ട് ഒരു സൈഡിൽ. ആ സൈഡിൽ അയച്ചാൽ കയറ്റി കുഴപ്പമില്ലല്ലോ. ഈ സൈഡ് മാത്രമേ നമുക്ക് വീൽ സിലിണ്ടർ കംപ്ലയിൻ്റ് ഉള്ളൂ. സൈഡ് നമ്മളിപ്പോൾ കയറ്റിയിട്ടുണ്ട്. നമ്മുടെ റിറ്റ്സിൻ്റെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്തത് ലിങ്ക് റോഡ് മാറി, അതുപോലെ തന്നെ 10K സർവീസുമാണ് ഇതിനകത്ത് ചെയ്തത്. 10K സർവീസ് പറഞ്ഞാൽ എയർ ഫിൽറ്ററും ബാക്കിയുള്ള ഫിൽറ്റേഴ്സ് എല്ലാം നമ്മൾ മാറിയിട്ടുണ്ട്. AC ഫിൽറ്റർ, എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കംപ്ലയിൻ്റ് ആയിരുന്നു, അതൊക്കെ ഫുള്ളായിട്ട് മാറ്റിയിട്ടുണ്ട്. മെയിനായിട്ട് കസ്റ്റമർക്ക് ഇഷ്യൂ ഇതുപോലുള്ള റഫ് റോഡിലൊക്കെ ഓടുമ്പോൾ ഫ്രണ്ട് സസ്പെൻഷൻ കടപടാന്നുള്ളൊരു സൗണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന്. ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ഞാൻ ഓടിക്കുമ്പോൾ കൂടുതലും സൗണ്ട് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഓടിക്കുമ്പോൾ തന്നെ മനസ്സിലായി അത് ലിങ്ക് റോഡ് പോയതാണെന്നുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വണ്ടിയുടെ മൂവ്മെൻറ്റും ആ സൗണ്ട് വരുന്ന ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും ആ സൗണ്ട് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതിനിപ്പോൾ സ്റ്റെഡ് മൗണ്ടാണോ, ഇനിയിപ്പോൾ ലിങ്ക് റോഡാണോ, എങ്ങനത്തെ സൗണ്ടാണോ, ആ സൗണ്ട് നമുക്ക് മനസ്സിലാക്കിയാൽ കറക്റ്റായിട്ട് തന്നെ അത് പറയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് ലിങ്ക് റോഡ് തന്നെയായിരുന്നു കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ 2 ലിങ്ക് റോഡും മാറ്റിയിട്ടുണ്ട്. അത് ഒറിജിനൽ ലിങ്ക് റോഡ് തന്നെയാണ് മാറ്റിയിരിക്കുന്നത്. ഒരെണ്ണത്തിന് 580 രൂപ റേഞ്ച് റേറ്റ് വരുന്നുണ്ട്. അത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ ഒരു വീൽ സിലിണ്ടർ നല്ല ലീക്ക് ഉണ്ടായിരുന്നു.
മറ്റേ ഓയിൽ ലീക്ക്. അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഈ 10K സർവീസ് ആണെങ്കിലും ശരി, ഏതാണെങ്കിലും ശരി, നമ്മൾ എല്ലാ ബ്രേക്കുകളും കാര്യങ്ങളും A to Z ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമ്മളിപ്പോൾ ഈ ബ്രേക്ക് സിലിണ്ടർ ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴാണ് ഇത് കാണുന്നത്. ചെക്ക് ചെയ്യാതെ നമ്മൾ ഓയിൽ സർവീസ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ഓയിൽ മാത്രം മാറ്റി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇതിൻ്റെ കംപ്ലയിൻറ്റുകൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ A to Z ചെക്ക് ചെയ്താൽ തന്നെ നമുക്ക് കംപ്ലയിൻറ്റുകൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പം സൗണ്ടും അതുപോലെ തന്നെ പക്ക പോയിട്ടുണ്ട്. നേരത്തെ ഈ ഇതുപോലുള്ള കട്ട് റോട്ടിലൊക്കെ നമ്മൾ ഇറക്കുമ്പോൾ നല്ലൊരു ഹെവി ആയിട്ട് സൗണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതായത് നമുക്ക് ഷോക്കിൻ്റെ മൗണ്ട് അങ്ങനെയുള്ള സൗണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധു എന്നുള്ളൊരു സൗണ്ടായിട്ടാണ് വരിക, ഷോക്ക് മൗണ്ടൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അതുപോലെ ലോ റാം പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിയറിംഗ് പിടിക്കാതെ നോർമൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു കുണ്ടൊക്കെ ചാടുമ്പോൾ, കുഴിയൊക്കെ ചാടുമ്പോൾ കിടുകിട് എന്ന് പറഞ്ഞാൽ അടിക്കും. അതുപോലെ തന്നെ കാലിപ്പർ പിന്നിൻ്റെ സൗണ്ടും ഫ്രണ്ട് സസ്പെൻഷൻ സൗണ്ട് വരാം. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സാധാ നോർമൽ വലിയ റഫ് റോഡൊന്നും വേണ്ട ആവശ്യമില്ല. സാധാ നോർമൽ റോഡിൽ തന്നെ കിടുകിട് എന്നൊരു സൗണ്ട് വരും. അത് ബ്രേക്കിൽ പയ്യൊന്ന് കാല് വെച്ച് കഴിഞ്ഞാൽ ആ സൗണ്ട് അറസ്റ്റ് ആകും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് കാലിപ്പർ പിന്നിൻ്റെ സൗണ്ടാണെന്ന്. then ലിങ്ക് റോഡ്, കട്ട് ബുഷ് അങ്ങനെയുള്ളതൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സ്റ്റിയറിംഗ് വണ്ടി ഓടിക്കുമ്പോൾ വെറുതെ ഒന്ന് സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിങ്ക് റോഡോ കട്ട് ബുഷോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് സൗണ്ട് ഈ തിരിക്കുമ്പോൾ നോർമല് കിട്ടും. അതുപോലെ തന്നെ തിരിക്കുമ്പോഴും ഇങ്ങനെ നമ്മൾ ആട്ടുമ്പോഴും ആ സൗണ്ട് കറക്റ്റായിട്ട് വരും. ആട്ടുമ്പോഴായിരിക്കും കൂടുതൽ സൗണ്ട് വരുന്നത്. നമുക്ക് ഓടിക്കുമ്പോൾ അങ്ങനെ സൗണ്ട് കിട്ടിയില്ലെങ്കിലും ഇങ്ങനെയൊക്കെ സ്റ്റിയറിംഗ് പിടിച്ച് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ആട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ സൗണ്ട് അതിനകത്ത് വരും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഏതിൻ്റെ പാർട്സാണ് പോയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഉള്ള ഒരു ഷോക്ക് വീക്കുണ്ട് പക്ഷേങ്കിൽ അത് സൗണ്ട് ഒന്നും ഉണ്ടാക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വരുന്ന ഒരു പ്ലാസ്റ്റിക് കണ്ടന്റ് ഒരു ബൂട്ട് വരുന്നുണ്ട്, ഡസ്റ്റ് ബൂട്ട്. അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ആ കട്ട് ചെയ്ത് കളഞ്ഞത് കൊണ്ട് സൗണ്ട് വരില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ ഷോക്ക് പോകാൻ ചാൻസ് കൂടുതലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റെമ്മിൽ ഡസ്റ്റ് കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റെമ്മ് കിടന്ന് ആടുമ്പോൾ ആ ഡസ്റ്റ് കയറി ആ സീല് പെട്ടെന്ന് തന്നെ പോകാൻ ചാൻസ് കൂടുതലാണ്. കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ മെയിനായിട്ട് അതിന് സൗണ്ട് ഇല്ല. പിന്നെ ഇതിന് ക്ലച്ചിനും നല്ലൊരു ടൈറ്റ് ഉണ്ട്. അപ്പോൾ അതും റിയർ ഷോക്കൊക്കെ കൂടിയിട്ട് വേറൊരു ദിവസം വിടാമെന്നാണ് പറഞ്ഞു. ഇപ്പോൾ മെയിനായിട്ട് ഈ ഒരു ഇഷ്യൂ മാത്രം സോൾവ് ചെയ്താൽ മതി എന്നാണ് കസ്റ്റമർ പറഞ്ഞത്. നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ട് ക്ലച്ചിൻ്റെ കാര്യം, അതുപോലെ റിയർ ഷോക്കിൻ്റെ ഒക്കെ. അതൊക്കെ പിന്നീട് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.